കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയും DCC ഓഫീസിൽ കൂട്ടയടി. നടക്കാവ് വാർഡിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച യോഗത്തിലാണ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ തമ്മിലടിച്ചത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസിൽ രൂക്ഷമായ തർക്കങ്ങളാണ് നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ നടക്കാവ് വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി നടന്നു. DCC ഏർപ്പാടാക്കിയ നിരീക്ഷകൻ ഹരിദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു തമ്മിൽ തല്ല്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രംഗത്തെത്തിയ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ വിൽഫ്രഡും സുകുമാരനും ധനേഷും റഫീഖും അവരെ പിന്തുണക്കാനെത്തിയ പ്രവർത്തകരും തമ്മിലായിരുന്നു അടി. പുതിയ DCC ഓഫീസിലെ ഉമ്മൻചാണ്ടി ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ തർക്കം രൂക്ഷമാവുകയും പരസ്പരം കയ്യാങ്കളി നടത്തുകയും അവിടെയുണ്ടായിരുന്ന പുതിയ കസേരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ തകർക്കുകയും ചെയ്തു. DCC ഓഫീസ് ജീവനക്കാർ പ്രസിഡന്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടപടിയെടുത്താൽ അത് പാർട്ടിക്കുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാക്കും. സ്ഥാനാർത്ഥി മോഹികളായ 4 പേരെയും മാറ്റി നിർത്തി നടക്കാവ് വാർഡിൽ പുതിയൊരാളെ മത്സരിപ്പിക്കാനാണ് DCC പ്രസിഡന്റിന്റെ നീക്കം. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് സീറ്റ് ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയിൽ സജീവമല്ലാത്ത പ്രവാസി വ്യവസായിക്ക് പുതുപ്പാടി ഡിവിഷനിൽ പണം വാങ്ങി സീറ്റ് നൽകാൻ ധാരണയായെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച രൂക്ഷമായ തർക്കം നടന്നിരുന്നു. അതിനെ തുടർന്ന് പുതുപ്പാടി സീറ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. PV കുട്ടൻ, കോഴിക്കോട്.